ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുക. ഒരു വിദ്യാലയത്തിൻ്റെ 48ാമത്തെ വാർഷികം ആണല്ലോ ഇത്. ഒത്തിരി നല്ല ഓർമ്മകളും ഒക്കെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ കൂടുതലുണ്ടാവും. എനിക്ക് കഴിഞ്ഞ 3 വർഷത്തെ പരിചയമേ ഉള്ളൂ. അതിലൊക്കെ കൂടുതൽ നല്ല ഓർമ്മകളും ചിന്തകളും അനുഭവങ്ങളും ഒക്കെ ആയിരിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഇവിടെ ആയിരിക്കുന്നവർ ഓരോരുത്തരും. ദൗത്യം സ്വാഗതമാണ്. കൂടുതൽ പ്രസംഗിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. എങ്ങനെ ഒരു വാർഷികം ആഘോഷിക്കുമ്പോൾ പുറകോട്ടും തിരിഞ്ഞു നോക്കുന്നതൊക്കെ നമുക്ക് ഏറെ അഭിമാനകരവും നല്ലതുമാണല്ലോ. എനിക്ക് തോന്നുന്നു 48 വർഷമായി ഈ സ്കൂള് ഇങ്ങനെ പോകുന്നു. 15 വർഷത്തോളമായി നമ്മൾ CBSE രജിസ്ട്രേഷൻ ആയിട്ട് മുന്നോട്ട് നീങ്ങുന്നത്. ഇങ്ങനെ ഒരു രീതിയിൽ ഈ സ്കൂളിനെ ആക്കിയെടുത്തതിന് പിന്നിൽ ഒത്തിരിയേറെ അധ്വാനങ്ങളുണ്ട്. ഒത്തിരിയേറെ പേരുടെ ഈ ഇടവകയുടെ മുഴുവൻ അധ്വാനമുണ്ട്. അതിന് ചേർന്ന് നിന്നിരുന്ന ഒത്തിരിയേറെ വൈദികരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മോർലി അച്ഛനെ നമ്മൾ മറക്കാൻ സാധിക്കില്ല. കാരണം ഈ സ്കൂള് അന്ന് ആയിരുന്ന അവസ്ഥയിൽ ഇതെങ്ങനെയൊന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് രൂപതയിൽ നിന്നും അച്ഛനെ ഇങ്ങോട്ട് അയക്കുന്നത്. പക്ഷേ അച്ഛൻ ഇത് നാടിൻ്റെ ഒരു സ്വത്താക്കി മാറ്റുകയായിരുന്നു. അറിയാം, ഒരു സ്കൂള് ഒരു നാടിൻ്റെ സ്വത്താണ്. സ്കൂളിൻ്റെ ആനിവേഴ്സറി പേരൻസിൻ്റെയും കുട്ടികളുടെയും മാത്രമല്ല, ഇത് നാടിൻ്റെ മുഴുവൻ ഒരു ആഘോഷവുമാണ്. നാട്ടുകാരെല്ലാവരും ഒന്നു ചേരുന്ന ഒരവസരവുമാണ്. അതുകൊണ്ട് ഒരു സ്കൂള് ഒത്തിരിയേറെ പേർക്ക് അക്ഷര വെളിച്ചം, പക്ഷേ അക്ഷര വെളിച്ചം എന്നതിനേക്കാൾ ഉപരി ഹൃദയത്തിൽ മനസ്സിൽ നന്മയുടെ വെളിച്ചം പകർന്ന ഒരു വിദ്യാലയം എന്ന് പറയുന്നതിനാണ് ഞാൻ ഏറെ അഭിമാനിക്കുന്നത്, സന്തോഷിക്കുന്നതും. അക്ഷരങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഇന്ന് ഒത്തിരിയേറെ മീഡിയ ഉണ്ട്. പ്രത്യേകിച്ച് വിഷ്വൽ ഓഡിയോ മീഡിയ ഒത്തിരി മേഖലകളുണ്ട്. പക്ഷേ നന്മ പങ്കുവയ്ക്കുവാനായിട്ട്, ഉള്ളിലെ നന്മ നിറയ്ക്കുവാനായിട്ട് തീർച്ചയായും ഗുരുജനങ്ങളുടെയും അധ്യാപകരുടെ മാതാപിതാക്കളുടെ എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും ആവശ്യമാണ്. അങ്ങനെ നന്മ പകർന്നു കൊടുക്കുന്ന ഒരു വിദ്യാലയമായി ലൂർദ് മാത വിരാജിക്കുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഒരു ചെറിയ ഉദാഹരണം, ഞാൻ ഈ കഴിഞ്ഞ പിക്നിക്കിന് നമ്മുടെ ഇവിടെ നിന്ന് കുട്ടികൾ പോയപ്പോഴേ ആ ബസ്സിലെ ജോലിക്കാർ, ഡ്രൈവറും മറ്റുള്ളവരും പറഞ്ഞ ഒരു കാര്യം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നതാണ്. ഞങ്ങൾ പലരെയും കൊണ്ട് പോകാറുണ്ട്, പല കുട്ടികളെയും കൊണ്ട് പോകാറുണ്ട്. പക്ഷേ നമ്മുടെ ഈ കുട്ടികൾ മുത്താണ് മുത്താണെന്ന് പറയും. നമുക്കത് കേൾക്കുന്നതാണല്ലോ ഒരു സന്തോഷം. അവരിൽ നന്മ നിറയുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്, സന്തോഷകരമാണ്. അറിവിനോടൊപ്പം നന്മയും നിറയ്ക്കുവാനായിട്ട് ലൂർദ് മാത ഏറെ പരിശ്രമിക്കുന്നു, അത് ഫലമണിയുന്നു എന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുകയാണ്. മുൻപുണ്ടായിരുന്ന മോർലി അച്ഛനും അതിനുശേഷം ജോബിനച്ഛന് അതിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ജോബിനച്ഛൻ തുടർന്നതിന് ശേഷമാണ് ഞാൻ എത്തുന്നത്. വർഷങ്ങളായിട്ട് ആദ്യം മുതൽ 35 വർഷമായിട്ട് ഇവിടെ സേവനം ചെയ്യുന്ന 2 ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ് നമ്മുടെ കൂടെ ഇവിടെയുണ്ട്. അവരെല്ലാവരെയും, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ സേവനിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരമ്മയുടെ സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന വളർത്തുന്ന നമ്മുടെ ടീച്ചേഴ്സിനെയും അതുപോലെ എന്നോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും ഞാൻ ഈ സമയം നന്ദിയോടെ ഓർത്തുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. നമുക്കിന്ന് ഇവിടെ അധ്യക്ഷനായിത്തിരിക്കുന്ന നമ്മുടെ വലിയ ബഹുമാനപ്പെട്ട സൈജു അയ്യങ്കേരി അച്ഛനാണ്. അച്ഛൻ ഈ ഫൊറോനയുടെ കൊല്ലം ആയൂർ ഫൊറോന വികാരി അച്ഛനായിട്ട് ആണ് സേവനം ചെയ്യുക. കൊല്ലം ആയൂർ പള്ളിയിൽ മുമ്പും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത്രയും ചെറുപ്രായത്തിൽ ഒരു ഫൊറോന വിഹാരി ആകുക എന്നുള്ളത് വളരെ അപൂർവമാണ്. എനിക്കൊന്നും അച്ഛനാന്ന് തോന്നുന്നു ചങ്ങനാശ്ശേരി അതിരൂർ ആദ്യമായിട്ട് ഇത്ര ചെറുപ്പത്തിൽ ഫൊറോന വികാരിയായത്. ഒരല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരു അവസരത്തിലാണ് അച്ഛൻ ആയൂർ പള്ളിയിലേക്ക് വരിക. പക്ഷേ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അച്ഛന് എല്ലാവരെയും കയ്യിലെടുത്തു എന്നുള്ളതാണ്. ഒരു നല്ല വൈദികൻ്റെ ഉത്തരവാദിത്വവും പ്രവർത്തനങ്ങളുമൊക്കെ അതാണല്ലോ, ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോവുക. അച്ഛൻ അതിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛന് നമുക്ക് എല്ലാ നന്മകളും നേരുന്നു. അതോടൊപ്പം അച്ഛനെ ഏറെ സ്നേഹപൂർവ്വം നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യാം. നമുക്കിന്നിവിടെ മുഖ്യ പ്രഭാഷണവും ഉദ്ഘാടനം നിർവഹിക്കാനിരിക്കുന്ന ബഹുമാനപ്പെട്ട റൂബിൾ രാജ് സാറാണ്. റൂബിൾ രാജ് സാറ് ചങ്ങനാശ്ശേരി പ്രദേശങ്ങളിൽ അല്ലെ ചങ്ങനാശ്ശേരിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നിടത്തൊക്കെ വെറും റൂബിൾ രാജ് എന്ന് പറഞ്ഞാൽ മതി, എല്ലാവർക്കും അറിയാം. സാറ് SB കോളേജിൽ ദീർഘകാലം അവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ സേവനം ചെയ്തു. അതിനുശേഷം സാറ് പിന്നീട് കുട്ടിക്കാനം മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് സേവനം ചെയ്യുകയായിരുന്നു. ഇപ്പോഴും സാറ് മറ്റൊരു സ്കൂളിൻ്റെ അക്കാഡമിക് ഡയറക്ടർ ബോർഡിൽ അംഗമായിട്ട് പ്രവർത്തിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ഉത്തുംഗ സംഘത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയാം. മാത്രമല്ല എല്ലാ മേഖലകളിലും നിങ്ങൾ ഒരുപക്ഷെ TV യിലൊക്കെ ക്വിസ് പ്രോഗ്രാം നടത്തുന്നതും അതുപോലെ
മോട്ടിവേറ്റീവ് സ്പീക്സ് നടത്തുന്നത്. അതുപോലെ സഭയുടെ കാര്യങ്ങളിൽ എപ്പോഴും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഒരു വലിയ അവിഭാജ്യ ഘടകമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് റൂബൽ രാജ് സാറ്. സാറ് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഉള്ള സ്നേഹവും താല്പര്യവുമൊക്കെയാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യും. നമുക്കിന്നിവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് മെൻ്റലിസ്റ്റ് അക്ഷയ് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, മനസ്സ് വായിക്കുക, അറിയുക എന്നുള്ളത് ഒരു പ്രത്യേക കലയും ഒരു പ്രത്യേക കഴിവും ആണല്ലോ. നിങ്ങൾക്കത് അനുഭവിക്കാൻ സാധിക്കും. ഇപ്പോൾ അക്ഷയ് വളർന്നു വരുന്ന ഒരു കലാകാരൻ. അദ്ദേഹം വെറുതെ ഒരു കല എന്നുള്ളതിലുപരി അല്പം കൂടി മാനസികമായ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആളാണ് എന്നാണ് ഞാൻ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെയും നമ്മുടെ ഈ മീറ്റിങ്ങിലേക്ക് ഏറെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ബിനി ടീച്ചർ, നമുക്കറിയാം കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നമ്മുടെ സ്കൂളിനെ ഏറെ ധീരമായിട്ട് നന്മയിലേക്ക്, പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചറിനെയും ഏറെ സ്നേഹത്തോടെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ലൂർദ് മാതാ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറിയായ നമുക്ക് പ്രിയപ്പെട്ട ജെയിംസ് ചായൻ, നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യുന്ന ജെയിംസ് ചായനെ ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായിട്ട് വളരെ സുദീർഘമായ സേവനം ചെയ്യുന്ന നമ്മുടെ മാക്സിമില്ലൻ, നമുക്കറിയാം ഒരു സ്കൂളിൻ്റെ പുരോഗതിക്ക് ഏറ്റവും അടിസ്ഥാനമായി നിൽക്കുന്നത് പേരൻസാണ്. ആ പേരൻസിൻ്റെ പ്രതിനിധിയായിട്ട്, അതിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് അദ്ദേഹം സേവനം ചെയ്യുക. സ്കൂളിൻ്റെ ഓരോ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധാലുവായി എപ്പോഴും കൂടെ നിന്ന് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ട മാക്സിമിലിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഞാൻ സൂചിപ്പിച്ച 2 ബഹുമാനപ്പെട്ട ടീച്ചർ നമ്മുടെ മേരിക്കുട്ടി ടീച്ചറിന് അല്പം ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും വീണ്ടും ശക്തി ആർജിച്ച് തിരികെ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒന്ന് വിട്ടു നിൽക്കുകയായിരുന്നു, വീണ്ടും ശക്തി ആർജിച്ചെത്തിയിരിക്കുന്നു. ഏതാണ്ട് 35 വർഷത്തോടടുത്ത് ആയി നമ്മുടെ ഈ സ്കൂളിൽ സേവനം ചെയ്യുന്ന ഒത്തിരിയേറെ കുട്ടികൾക്ക് അമ്മയായി തീർന്ന് അവരെ പരിപോഷിപ്പിച്ചു വിട്ട മറിയാമ്മ ടീച്ചറിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ ഡേസിക്കുട്ടി ടീച്ചറും ഇതുപോലെ തന്നെ മറിയാമ്മ ടീച്ചറിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെ സുദീർഘമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചറാണ് നമ്മുടെ ഡേസിക്കുട്ടി ടീച്ചറും. ഏതാണ്ട് ഈ വർഷം ഇവർ 2 പേരും ഇവിടെ നിന്ന് വിരമിക്കുകയാണ്. നമ്മളത് പിന്നീട് ഇവർക്ക് ഒരു സെൻഡ് ഓഫ് മീറ്റിംഗ് നമ്മൾ നൽകുന്നതാണ്. എങ്കിലും നിങ്ങൾ ഈ ഒത്തുകൂടുന്ന ഈ ചടങ്ങിൽ അവരെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയും കടപ്പാടുമായതുകൊണ്ട് അവരെ നമ്മളിവിടെ ആദരിക്കുന്നു. ഡേസിക്കുട്ടി ടീച്ചറിനെയും പ്രത്യേകമായി ഇവിടേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ ഇവിടെയുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛനുണ്ട്, സുരേന്ദ്ര സാറുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ കുട്ടികളുടെ പരിപാടികൾ കാണാനാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ എല്ലാം സഹകരണം ഇതിലുണ്ട്. നമ്മുടെ ഈ ആനിവേഴ്സറി ഏറെ ഭംഗിയാക്കുവാനായിട്ട്, നന്നായി കൊണ്ടുപോകാനായിട്ട് നിങ്ങളെല്ലാവരും സഹകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പേരൻസിനെല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ ഞാൻ ഇതിലിവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ കുട്ടികളാണല്ലോ നമ്മുടെ സ്കൂളിൻ്റെ ജീവൻ. നമ്മുടെ കുട്ടികളെയും അവരെ കാത്ത് വലിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ടീച്ചേഴ്സിനെയും ഇവിടെ നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും ഈ സ്കൂളുമായി ബന്ധപ്പെടുന്ന എല്ലാവരും, പിന്നെ ഇവിടെ നമുക്ക് വോളണ്ടിയേഴ്സായിട്ട് സേവനം ചെയ്യുന്ന നമ്മുടെ PTA അംഗങ്ങൾ, എക്സിക്യൂട്ടീവ്സുണ്ട്, നമ്മുടെ ഇടവകാംഗങ്ങളുണ്ട്. എല്ലാം ക്രമീകരിച്ച് നോക്കിക്കണ്ട് ചെയ്യാനായിട്ട് ഇവിടെ എല്ലാവരും സജ്ജരാണ്. അങ്ങനെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.